കുടുംബസമേതം നല്ലൊരു ഫാമിലി എൻ്റർടൈനിങ് മൂവി എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രാഫ് ഇനി അങ്ങോട്ട് മുകളിലേക്ക് തന്നെയായിരിക്കും എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു നല്ല സിനിമയാണ് ബാലൻ ദി ബോയ്. സംവിധാനം ചിദംബരം, തിരക്കഥ ജിത്തു മാധവൻ, മ്യൂസിക് സുഷിൻ ശ്യാം, എഡിറ്റിംഗ് വിവേക് ഹർഷൻ ആൻഡ് സിനിമാറ്റോഗ്രഫി ഷജു ഖാലിദ്. ഈ ഒരു ക്രൂ മെമ്പേഴ്സ് കൊണ്ട് തന്നെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു ഇത്. അതുപോലെ ട്രെയിലർ കണ്ടപ്പോഴും വിഷ്വൽസും അതിൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ചിട്ട് ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിരിക്കും സിനിമയെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആൻഡ് സിനിമ ഇറങ്ങിയപ്പോഴും ആ കഥയിലും സ്റ്റോറി ടെല്ലിങ്ങിലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ കൊണ്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ തരുന്നത്. ട്രെയിലർ കാണുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ മൂഡാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനോ ക്രൈം ത്രില്ലറോ അല്ലിത്. ഒരു അമ്മയുടെയും മകൻ്റെയും കഥ പറയുന്ന ഇമോഷണൽ ഡ്രാമയാണ് സിനിമ. ഒരുപാട് സെൻറ്റി കാണിച്ച് കരയിപ്പിക്കുന്ന തരത്തിലല്ല, എന്നാൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു കാര്യത്തിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയെ വേണം ആദ്യം അഭിനന്ദിക്കാൻ. സിനിമയുടെ സ്ട്രെങ്ത്തും പില്ലറും തന്നെ ഇതിൻ്റെ ആക്ടേഴ്സാണ്. എല്ലാവരും തന്നെ വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ കുഞ്ഞു നായകനായിട്ടുള്ള ആദിശേഷൻ ബോയുടെ അമ്മയായിട്ട് അഭിനയിച്ച ഫർസാന പാലത്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള നേച്ചർ ക്യാരി ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ചില പോർഷൻസിലൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും എക്സ്പ്രഷൻസും സൈലൻസും മാത്രമാണ് ആ സീനിനെ തന്നെ എൻഹാൻസ് ചെയ്യുന്നത്. പിന്നെ ട്രെയിലറിൽ മെൻഷൻ ചെയ്യുന്ന പോലെ ഒരു കിടിലിന് അമ്മാവയുണ്ട് ഈ സീനിൽ. ആൻഡ് ഗിരീഷയുടെയൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ദെൻ ടൊവിനോ ആൻഡ് ജീൻലാൽ. ഇതിൽ ശരിക്കും ടൊവിനോ ഉണ്ടെന്ന് പറയത്തേ ഇല്ല. കാരണം ഫിസിക്കലിയും മെന്റലിയും ഒക്കെ ഇത് ടൊവിനോ ആണെന്ന് പോലും നമുക്ക് ചില സീൻസിൽ തോന്നിപ്പോവും. ARMലെ മണിയന് ശേഷം ടൊവിനോ ടച്ച് ഒട്ടും അടിക്കാത്തൊരു പെർഫോമൻസ് ഈ സിനിമയിലാണ് കണ്ടത്. അതുപോലെ തന്നെ ജീൻലാലും ചിലയിടത്തൊക്കെ പക്കാ ലാല് തന്നെയായിരുന്നു. പുള്ളിയുടെയും ഇതുവരെയുള്ള പെർഫോമൻസിൽ ബെസ്റ്റ് ആയിരുന്നു ഈ സിനിമയിലേത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നാണ് സത്യം. കാരണം സ്പോയിലർ ആയിപ്പോവും. അതുപോലെ കഥയും സ്റ്റോറി ടെല്ലിംഗ് രീതിയൊക്കെയാണ്. ആൻഡ് ഫസ്റ്റ് ഹാഫ് കഥയുടെ ഒരു മിസ്റ്റീരിയസ് നേച്ചറൊക്കെ കൊണ്ടിട്ട് വളരെ എൻഗേജിങ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഓക്കെ എന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിൻ്റെ റീസൺ ഞാൻ അവസാനം പറയാം. ലാസ്റ്റ് ക്ലൈമാക്സ് നല്ലതായിരുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് കഥ അവസാനിപ്പിക്കുന്നത്. കഥയുടെ മേജർ പോർഷൻസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വയനാടാണ്. വിഷ്വൽസ് എല്ലാം നല്ല ഭംഗിയായിരുന്നു. എല്ലാ ഫ്രെയിമും തന്നെ പെർഫെക്റ്റ് ആയിരുന്നു. അഫ്കോഴ്സ് ഷജു ഖാലിദ് മാജിക്. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് BGM, സ്പെഷ്യലി ഈ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുന്ന മ്യൂസിക്കൊക്കെ ആ സീനിലെ ഇമോഷൻ വർക്കാക്കുന്നതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് ട്വിസ്റ്റുകളുള്ളൊരു ക്രൈം ത്രില്ലർ മൂവിയല്ല. എല്ലാ ആസ്പെക്റ്റിലും ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് ബേസ്ഡ് ഡ്രാമയാണ്. എന്ന് വെച്ച് അവാർഡ് പടമൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലെ ചില പോർഷൻസ് എനിക്ക് ഇത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുവരെ ബിൽഡ് ചെയ്തുകൊണ്ടുവന്ന ഒരു മിസ്റ്റീരിയസ് എലമെന്റ്സ് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്തില്ല. കഥയിൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്ന പോലെ ആ പയ്യന്റെ ഇമോഷൻസ് കുറച്ചും കൂടെ ഡെപ്ത് കിട്ടുന്ന പോലെ ചെയ്യാമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് പറഞ്ഞാൽ ശരിക്കും സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻസിൽ അറിയിക്കുക. സോ കൺക്ലൂഡിങ്, കുടുംബസമേതം നല്ലൊരു ഫാമിലി എൻ്റർടൈനിങ് മൂവി എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. മറിച്ച് ടിപ്പിക്കലി കണ്ടുവരുന്ന തരത്തിലല്ലാതെ കാമായിട്ട് സെറ്റിലായിട്ട് കഥ പറയുന്ന മൂവീസ് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായി കാണാം. സിനിമ കണ്ടവർ അഭിപ്രായം പറയുക, കാണാത്തവർ കണ്ടിട്ട് പറയുക. ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് കോണ്ടന്റ്സിന് വേണ്ടി ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.